കാരണന്മാരെ കൊണ്ടുപോയി നോക്ക്, എൻ്റെ ഭർത്താവിനെ നോക്ക്, ഞാൻ മടുത്തിരിക്കുകയാണ്, കടം മേടിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ജപ്തി ചെയ്ത് കൊണ്ടുപോയിക്കോ ഗവൺമെൻറ് വേണമെങ്കിൽ. ഇനി ഞങ്ങൾക്ക് എന്തിനാണ് ജീവിക്കണത്? ഈ റെയിൽവേക്ക് കല്ലിട്ട് നശിപ്പിച്ചും പിന്നെ ഞങ്ങളെങ്ങനെ ജീവിക്കണത്? 1997 അനുമതി ലഭിച്ച അങ്കമാലി എരുമേലി ശബരിപാതയുടെ 7 കിലോമീറ്റർ ട്രാക്കും കാലടി സ്റ്റേഷനും പെരിയാറിലെ പാലവുമാണ് ഇതുവരെ പൂർത്തിയാക്കിയിട്ടുള്ളത്. പദ്ധതിയുടെ ഈ ഒച്ചുവേഗം തകർത്തത് പദ്ധതി പ്രദേശത്തെ ഭൂവുടമകളായ സാധുക്കളെയാണ്. സ്ഥലം അക്വയർ ചെയ്തതിന്റെ പണം കിട്ടിയിട്ടില്ല. അക്വയർ ചെയ്തതിനാൽ വസ്തു വിൽക്കാനും കഴിയുന്നില്ല. ഇങ്ങനെ കുടുങ്ങിപ്പോയ തങ്ങളുടെ കണ്ണീർ കൂടി സർക്കാരുകൾ കാണണമെന്നാണ് കോതമംഗലത്തെ ഭൂവുടമയായ വീട്ടമ്മ മാർഗരറ്റ് ചാക്കോ ചൂണ്ടിക്കാട്ടുന്നത്. 1 ഏക്കർ 65 സെൻറ്റ് സ്ഥലമുണ്ട്. ആ സ്ഥലം മുഴുവൻ റെയിൽവേക്ക് കല്ലിട്ട് പോയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് സ്ഥലം വിറ്റ് മകളെ കെട്ടിക്കാനായിട്ട് കുറച്ച് സ്ഥലം സൊസൈറ്റിയിൽ നിന്ന് പൈസ മേടിച്ചു. അതടക്കാൻ ഞങ്ങൾ എടുത്തതിൻ്റെ ഇരട്ടി പലിശ ഞങ്ങൾ അടച്ച് തീർത്തിരിക്കുകയാണ്. ഇപ്പോഴും അവർ ജപ്തിയിൽ വന്നിരിക്കുകയാണ്. മൊത്തം അടച്ച് നിങ്ങൾ അടക്കണം. ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തടക്കാനാണ്. 2 പ്രായമായ അമ്മമാരുണ്ട്. എൻ്റെ ഭർത്താവിന് സ്ട്രോക്ക് വന്ന് ഹാർട്ട് പേഷ്യൻ്റാണ്. അങ്ങനെ മരുന്നിന് പോലും പണമില്ലാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്ന് ആ സൊസൈറ്റിയിലെ പണം ഗവൺമെൻറ് അടക്കുക, അല്ലാണ്ട് ഞങ്ങൾക്ക് നിവൃത്തിയില്ല. ഏതു സമയവും വീടൊഴിയേണ്ടി വരാം. അതിനാൽ ചോർന്നൊലിക്കുന്ന വീടുകൾ പോലും പുതുക്കിപ്പണിയാൻ സാധിക്കുന്നില്ല. ഏക്കർ കണക്കിന് സ്ഥലമുള്ളവർക്കും അതുകൊണ്ട് ഗുണമില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ സൊസൈറ്റിയിലെ പണം നിങ്ങൾ അടച്ചിട്ട് റെയിൽവേ വരുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് എടുത്തോ, അത്രേ എനിക്ക് പറയാനുള്ളൂ. മരുന്ന് മേടിക്കാനുള്ള പൈസ ഞങ്ങൾക്ക് തരണം. നഷ്ടപരിഹാരമായിട്ട് ഒരു 50 ലക്ഷം രൂപ തരണമെന്ന് കേണപേക്ഷിക്കുകയാണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കത്തിലാണ് പദ്ധതി നീണ്ടതെന്നാണ് ആക്ഷേപം. നടക്കാൻ സാധ്യതയില്ലാത്ത പദ്ധതി ഉപേക്ഷിച്ച് ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ആക്ഷൻ കൗൺസിൽ കൺവീനർ ഗോപാലൻ വെണ്ടുവഴി ചൂണ്ടിക്കാട്ടുന്നു. അവർക്ക് കടബാധ്യതയാണ് ഏറ്റവും അവരുടെ അഭിമാനത്തെയും അന്തസ്സിനെയും ചോദ്യം ചെയ്യുന്ന ഒരു ജീവിത സാഹചര്യമാണ് നിലവിലുള്ളത്. അവർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല. 100 കണക്കിന് ആളുകളാണ് ഇങ്ങനെ മരിച്ചു ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് സർക്കാർ ആദ്യം ചെയ്യേണ്ടത് ബാധ്യത തീർക്കാനുള്ള ഒരു പാക്കേജ് അനുവദിക്കണം. കുറച്ച് പൈസ മുൻകൂറായിട്ട് നൽകുകയും ചെയ്യണം. അത് കഴിഞ്ഞ് ശബരിപാത നിശ്ചയപ്രകാരം ഉപേക്ഷിക്കുകയോ അത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങുകയോ ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ പദ്ധതി നടപ്പാക്കുക, അല്ലെങ്കിൽ ജപ്തി വരെ നേരിടുന്ന തങ്ങൾക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം അനുവദിക്കുക എന്ന നിലപാടിലാണ് ഭൂവുടമകൾ. സി മലയാളം ന്യൂസ്, എറണാകുളം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.